ഇരുവയ്യാണെങ്കിലും ഒറ്റ മനസ്സോടെ പാണക്കാട്ടെ കുടക്കീഴിൽ കഴിഞ്ഞവരാണ് മുസ്ലിം ലീഗും സമസ്തയും. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ആരോപണം, മറുപടി, അടി, തിരിച്ചടി. പാണക്കാട്ടെ കുടക്കീഴിൽ നിന്നിട്ടും മഴ കൊള്ളുന്നുവെന്ന് സമസ്തയിൽ പരാതി ഉയർന്നു. സമസ്ത സ്വന്തമായി കുട ചൂടാൻ ശ്രമിച്ചതാണ് ഏറ്റുമുട്ടലിന്റെ അടിസ്ഥാന കാരണം. സമസ്തയുടെ മേൽ കടിഞ്ഞാൺ മുറുക്കാൻ പാണക്കാട് ശ്രമിച്ചതോടെ യുവനേതാക്കൾ പൊട്ടിത്തെറിച്ചു. ആ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ SKSF പ്രവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും. വേട്ടയാടാൻ വന്നാൽ അവരെ തിരിച്ചും വേട്ടയാടാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കും. ഒരു തറവാടിനും ഈ ആദർശത്തെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു തറവാടൊന്നുമില്ല. സമസ്തയിലെ ആത്മീയ സാന്നിധ്യമായി നിറഞ്ഞു നിന്ന പാണക്കാടിന്റെ പ്രതാപം ചോദ്യം ചെയ്യപ്പെട്ടു. ആത്മീയ ചരിത്രങ്ങൾ പലതും വ്യാജമാണെന്ന് വിമർശനമുയർന്നു. നിങ്ങൾക്കും നിങ്ങളെ വല്യാപ്പാക്കും ഒരു ബറക്കത്തില്ല എന്ന് പറയുന്ന ഈ മൗലവിക്ക് നിങ്ങൾ ബറക്കത്ത് കൊടുക്കണോന്ന് ചോദിച്ചു. മഹാനായ പാണക്കാട് പൂക്കോഴത്തങ്ങൾ എന്താ ചെയ്തെന്നോ, എന്നാൽ ഞാൻ ആ ബറക്കത്ത് തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. കാലിനടിയിലെ മണ്ണിളകി തുടങ്ങിയെന്ന് തിരിച്ചറിഞ്ഞതോടെ പാണക്കാട് സ്വന്തം നിലയിൽ സംഘടിക്കുകയാണ്. പതിവില്ലാത്ത രീതിയിൽ തറവാട്ടങ്കണത്തിൽ വെച്ച് പാണക്കാടിനെ പാടിപ്പുകഴ്ത്തി. പാണക്കാട്ടെ വലിയ തങ്ങൾ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇതാ ഈ മഹത്തായ വേദിയിലേക്ക് കടന്നു വരും. പാണക്കാടല്ലാതെ മറ്റു അഭയമില്ലെന്ന് പറഞ്ഞ് ലീഗ് നേതൃത്വവും അടിയുറച്ച് ഒപ്പം നിൽക്കുന്നു. അതിനോളം ഉയരാൻ നോക്കുക എന്നല്ലാതെ അതിൻ്റെ കൊമ്പും ജില്ലയും മുറിക്കാൻ വേണ്ടി ആരും തന്നെ തയ്യാറാവേണ്ടതില്ല. കാരണം അത് സമൂഹത്തിൻ്റെ സ്വത്താണ്. എറിഞ്ഞാലെത്താത്ത ഉയരത്തിലാണ് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ചന്ദ്രനെ മൂടിക്കളയാൻ ഒരു കാർമേഘവും ഇന്നോളം അതിന് സാധിച്ചിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ആണയിട്ട് പറഞ്ഞുകൊണ്ടും സമസ്തയിലെ ഒരു പക്ഷം പാണക്കാട് ചിറകിനടിയിലാണ്. ഇവരെ ഉപയോഗിച്ച് വിമതപക്ഷത്തെ അടിച്ചമർത്താനാണ് തീരുമാനം. SKSF പരിപാടികൾ പലതും മഹല്ലുകളിലെ സ്വാധീനം ഉപയോഗിച്ച് മുടക്കാൻ പാണക്കാട് പക്ഷത്തിന് കഴിഞ്ഞു. പോരാടാൻ ഉറച്ചാണ് ഇരുപക്ഷവും. അത് വീണ്ടും ഒരു പിളർപ്പിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക സമസ്തയിലെ പല നേതാക്കൾക്കുമുണ്ട്. താൻ മാറിത്തരാം, സംഘടന നിലനിൽക്കണമെന്ന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പട്ടിക്കാട് പ്രസംഗം ഈ ആശങ്ക വ്യക്തമാക്കുന്നതാണ്. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.